എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പിനേഷൻ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് ഈ ഒരു ട്രാൻസ്ഫർ. അതായത് ജില്ല അതുപോലെ തന്നെ ജില്ലാനന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ്. അത് നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ എടുത്ത ജില്ലയിലും അതുപോലെ മറ്റൊരു ജില്ലയിലെയും ഏതൊരു സ്കൂളിലേക്കും അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കും മാറ്റത്തിന് വേണ്ടിയിട്ട്, അതുപോലെ സ്കൂളും കോഴ്സും മാറ്റത്തിന് വേണ്ടിയിട്ട്, അതായത് ഏതൊരു വിധത്തിലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഏകദേശം 33,000 സംതിങ് സീറ്റാണ് നിലവിൽ കേരളത്തിലുള്ള ആ ഒരു സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം 12,000 സംതിങ് സീറ്റുകളിലേക്ക് നിലവിൽ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഏകദേശം 20,000-ഓളം സീറ്റ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റ് വേക്കൻസിയിലേക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിലേക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കും. കാരണം വേക്കൻസി ഇല്ലാത്ത സ്കൂളിൽ നിന്നും ഏതെങ്കിലും വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്ത് അവർക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആ ഒരു സീറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക. കാരണം ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ കിട്ടിയ ശേഷം എനിക്ക് ഫസ്റ്റ് കിട്ടിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകണം, ഇനി അവിടെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾ പറയുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്, ട്രാൻസ്ഫറിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. പിന്നീട് എനിക്ക് ആ ഒരു സ്കൂൾ വേണം അല്ലെങ്കിൽ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂൾ വേണം എന്ന് പറഞ്ഞാൽ അത് മാറ്റാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൂടി, അതായത് അലോട്ട്മെൻറ്റോട് കൂടി ഈ വർഷത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റൊക്കെ അവസാനിക്കും. പിന്നീട് ഒരു ട്രാൻസ്ഫർ ഉണ്ടാവുന്നതല്ല. പിന്നീട് ബാക്കിയുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷനാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം നോക്കാം. ഇതുവരെ അലോട്ട്മെൻറ്റിൽ, അതായത് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്കും, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്കും മറ്റൊരു സ്കൂളിലെ മറ്റൊരു ജില്ലയിലേക്കും, അതുപോലെ താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് ഓപ്ഷനുകൾ വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജില്ലയിലും അപ്ലൈ ചെയ്യാം, മറ്റൊരു ജില്ലയിലേക്കും ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. അതായത് ഇതുവരെ ഈ ഒരു സ്പോർട്സ് കോട്ടയിലോ മെറിറ്റ് കോട്ടയിലോ അലോട്ട്മെൻറ്റ് കിട്ടി പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഹയർ സെക്കൻഡറിയിൽ മെറിറ്റ് കോട്ടയിലും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥികൾക്കും, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ഉൾപ്പെടെ ഏതൊരു വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് hskap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയോടെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലെ വേക്കൻസി കൂടി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്കൊക്കെ ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ നൽകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സർക്കുലർ വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നോ അല്ലെങ്കിൽ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറില അപ്ലൈ ഫോർ ഈ ഒരു ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നാണ് കാണാൻ സാധിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. അതായത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ച, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ നമ്പർ, +1ൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ SSLCയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ ഏത് കോഴ്സ് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. ഇവിടെ സ്കൂൾ കോഡ് നൽകുന്ന സമയത്ത് തന്നെ സ്കൂൾ ഡീറ്റെയിൽസ് വരും. പിന്നീട് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് കോളേജല്ല ഈ ഒരു സ്കൂളും അതുപോലെ കോഴ്സും ഓപ്ഷൻ നൽകാനുള്ള ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഈ ഒരു ലാസ്റ്റ് ആയിട്ടാണ് ഓപ്ഷൻ വേണ്ടത്, ഫസ്റ്റ് ആയിട്ടാണ് ഓപ്ഷൻ വേണ്ടത് എന്ന് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ അഡ്മിഷൻ വേണ്ടത്, അതായത് നിങ്ങളുടെ ജില്ലയിലേക്കാണോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കാണോ എവിടെയാണ് വേണ്ടത്, ഏത് സ്കൂളിലേക്കാണ് വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകുക. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അടുത്തതായിട്ട് നിങ്ങൾ ഏത് കോഴ്സാണ് വേണ്ടത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സപ്ലിമെൻ്ററിക്ക് വെച്ച ഓപ്ഷൻ പോലെ വെക്കരുത്. നിങ്ങൾക്ക് അഡ്മിഷൻ എവിടെയാണോ എടുക്കാനായിട്ട് താല്പര്യം, ഏത് കോഴ്സിലേക്കാണോ താല്പര്യം, ആ ഒരു കോഴ്സുകൾ മാത്രമേ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാവൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നൽകിയ ശേഷം ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാം. പിന്നീട് അടുത്തൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ അടുത്ത സ്കൂളിൻ്റെ കോഡ് ഏതാണ് വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അടുത്ത കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നൽകുന്ന സമയത്ത് ഓരോ സ്കൂൾ നൽകി ആഡ് ചെയ്യുന്ന സമയത്തും താഴെയായിട്ട് അത് സ്കൂളിൻ്റെ പേര്, അതുപോലെ കോഴ്സ്, സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 എന്നുള്ളതാണ് സീരിയൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ നിങ്ങളുടെ ആ ഒരു നൽകിയുള്ള സ്കൂളിൻ്റെ ഓപ്ഷൻ ഒക്കെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നൽകാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സേവ് ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ സേവ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് പിന്നീട് അതായത് അടുത്തതായിട്ട് അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മാറും എന്നുള്ളതും മുകളിൽ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ മാറുമെന്ന് ഉറപ്പുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസും സ്കൂളും കോഴ്സും ഒക്കെ നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. ഡിക്ലറേഷൻ ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതായത് ജസ്റ്റ് ആ ചെക്ക് ബോക്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ആവും. അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാനോ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആയി എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.